ശ്രീ ഗോപൻ, ഇതിൽ ഒരു കാര്യം വ്യക്തമാണ്. കേന്ദ്ര സർക്കാർ, അതിനെ നയിക്കുന്ന രാഷ്ട്രീയ പാർട്ടിയായ BJP, അവരുടെ മുന്നണിയായ NDA എന്നത് തൽക്കാലം അതിനകത്ത് ചന്ദ്രബാബു നായിഡുവും മറ്റുമൊക്കെ ഉണ്ട്. തൽക്കാലം BJP എന്നതുവരെ എത്താം. കൃത്യമായി ഇതൊരു പൊളിറ്റിക്കൽ ക്യാമ്പയിനുള്ള ഒരു മെറ്റീരിയൽ സംഘടിപ്പിച്ചു വെച്ചു. അത് വളരെ കൃത്യമായി പ്രതിപക്ഷത്തെ നോക്കി വനിതാ ബിൽ വിരുദ്ധരാണ് എന്ന് ആളുകളോട് പറയാൻ കഴിയുന്ന ആ ഒരു പ്രൊപ്പഗൻഡയിൽ നിന്നിട്ടാണ് ഇപ്പോൾ BJP പ്രതിനിധി അതിനെ സമീപിച്ചിരിക്കുന്നത്. നിലപാട് നീക്കം വ്യക്തം. അതായത് ഒരു ഘട്ടത്തിലും തോൽവി പിണയാതെ മുന്നോട്ട് പോകണമെന്ന് കരുതുന്ന മോദി അമിത്ഷാ കൂട്ടുകെട്ട് ഇവിടെ തോൽവിയാകാം എന്ന് തീരുമാനിക്കുന്നു. ഭരണഘടനാ ഭേദഗതി ബിൽ അവതരിപ്പിച്ചാൽ പാസ്സാക്കിയെടുക്കാൻ കഴിയില്ല നന്നായി അറിയാവുന്ന മോദിയും അമിത്ഷായും അതിന് വേണ്ട എന്ന് തീരുമാനിച്ചുകൊണ്ട് തന്നെ ഈ നീക്കം നടത്തുന്നു. നേരത്തെ BJP പ്രതിനിധി സജിനി പറഞ്ഞൊരു വാക്കുണ്ട്, പുരുഷാധിപത്യം എന്നൊക്കെ പറയുന്നത് കൂടി കേട്ടു. ഞാൻ ശ്രീഗോപൻ്റെ ശ്രദ്ധയിലേക്ക് ഒരു കാര്യം കൂടി കൊണ്ടുവരുന്നു. ഈ സംഘപരിവാർ പ്രത്യയശാസ്ത്രത്തെ മുന്നോട്ട് നയിക്കുന്നത് RSS അല്ലേ? RSS ഒരു പുരുഷ കേന്ദ്രീകൃത സംവിധാനമല്ലേ? അതിൻ്റെ സർസംഘചാലകായി വരുന്നവർ പുരുഷന്മാരല്ലേ? അതിൽ സ്ത്രീകൾ വരാറുണ്ടോ? അങ്ങനെയുള്ളൊരു പുരുഷ കേന്ദ്രീകൃത RSS സംവിധാനത്തിനകത്ത് നിന്ന് മോദിയും അമിത്ഷായും നിങ്ങളെയൊക്കെ നോക്കി വിളിക്കുന്നു, നിങ്ങളൊക്കെ വനിതാ സംവരണ ബിൽ വിരുദ്ധരാണ്. ശ്രീ ഗോപൻ. ശ്രീ ശരത്തെ, ശ്രീമതി സജിനിയുടെ ചർച്ചയിൽ അവർ പാലിക്കേണ്ടുന്ന ഒരു കാര്യം, അവർക്ക് മതിയായ സമയം കൊടുക്കുക. ആ സമയത്ത് അവർക്ക് പറയാനുള്ളത് പറയണം. ഇവിടെ സംസാരിക്കുമ്പോൾ അവരുടെ ഒരുപാട് ഇടപെടൽ കണ്ടു. അപ്പൊ എന്നെക്കുറിച്ച് അവർ പ്രതികരിച്ചത്, ഞാൻ വിചാരിച്ചു ഞാൻ പറഞ്ഞ പോയിന്റ്സിനെ അവർ ഖണ്ഡിക്കാൻ തുടങ്ങുകയായിരിക്കും എന്നാണ്. അതെനിക്ക് സന്തോഷമുള്ള കാര്യമാണ്. നമ്മൾ പറയുന്നതിനെ ശാസ്ത്രീയമായി ഖണ്ഡിച്ചാൽ നമുക്കത് സന്തോഷമേ ഉള്ളൂ. അതിനകത്ത് ജനാധിപത്യ സമൂഹത്തിൽ ജീവിക്കുന്നു എന്നുള്ളത് കൊണ്ട്. പക്ഷെ അവർ പരിശ്രമിച്ചത്, ഞാൻ ബാലിശമായി പറഞ്ഞു, പിന്നെ എൻ്റെ വിദ്യാഭ്യാസ യോഗ്യത ഇത്രയൊക്കെ ഉണ്ടോ എന്നിട്ടാണോ ഇങ്ങനെയൊക്കെ പറയുന്നതെന്നൊക്കെ ഉള്ള കൊച്ചു വർത്താനം പറഞ്ഞ് ഞാൻ പറഞ്ഞ വിഷയത്തിൽ നിന്നും തെന്നി മാറുകയാണ് ചെയ്തത്. നമ്മൾ പറഞ്ഞ വിഷയത്തെ അവർ അഡ്രസ്സ് ചെയ്തേ മതിയാവും. അതുപോലെ തന്നെ ഇപ്പോ ശരത്ത് ചോദിച്ച ചോദ്യത്തില് ഞാൻ ചില ചാനൽ ചർച്ചയിൽ ആ വിഷയമാണ് ഉയർത്തിയത്. അത് ആവർത്തിക്കണ്ടെന്ന് കരുതിയിട്ടാണ് ഞാൻ ഇവിടെ അത് പറയാതിരുന്നത്. ഒന്ന്, ശ്രീമതി സജിനി മനസ്സിലാക്കേണ്ടുന്നത്, BJP എന്നതൊരു രാഷ്ട്രീയ പാർട്ടി. ആ രാഷ്ട്രീയ പാർട്ടിയുടെ തലയും തലച്ചോറും RSS ആണ്. RSSന്റെ ടാർഗറ്റ് 100 വർഷം തികയുമ്പോൾ ഇന്ത്യ ഹിന്ദു രാഷ്ട്രമാക്കണമെന്നുള്ളതാണ്. 1925 രൂപീകരിച്ച RSS ഇന്ത്യയിലെ ചെറുപ്പക്കാരോട് പറഞ്ഞത്, നിങ്ങളുടെ അധ്വാനം ബ്രിട്ടീഷുകാർക്കെതിരായിട്ട് വിനിയോഗിച്ച് നാശമാക്കണ്ട, അത് RSSന് വേണ്ടി മാറ്റിവെക്കുക. ബ്രിട്ടീഷുകാർ ഇന്ത്യ ഭരിച്ചു എന്ന് കരുതി ഇന്ത്യക്കൊരു അപകടവും സംഭവിക്കാൻ പോകുന്നില്ല എന്ന് പറഞ്ഞ് ഇന്ത്യയിലെ ജനങ്ങളെ സംഘടിപ്പിച്ചത്, അല്ലെങ്കിൽ ചെറുപ്പക്കാരെ സംഘടിപ്പിച്ചത് ഹിന്ദു രാഷ്ട്രമാക്കാൻ വേണ്ടിയിട്ടാണ്. ആ RSSന്റെ തലപ്പത്തെന്നല്ല, RSSൽ എന്തുകൊണ്ട് സ്ത്രീകൾക്ക് മെമ്പർഷിപ്പ് കൊടുക്കുന്നില്ല എന്ന ചോദ്യം നരേന്ദ്രമോദി സ്ത്രീകൾക്ക് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്തു എന്ന് വാദിക്കാൻ, എന്താ ചെയ്തതെന്ന് സജിനിക്ക് പറയാൻ കഴിയുന്നില്ല, എന്തൊക്കെയോ ആവേശപൂർവ്വമായിട്ട് ചെയ്തു എന്ന് വരുത്തി തീർക്കാൻ പരിശ്രമിക്കുകയാണ്. നിങ്ങൾ സ്ത്രീകൾക്ക് വേണ്ടി ചെയ്യുന്നെങ്കിൽ RSSൽ എന്തുകൊണ്ട് സ്ത്രീകൾക്ക് മെമ്പർഷിപ്പ് കൊടുക്കുന്നില്ല എന്ന് കാര്യകാരണ സഹിതം നിങ്ങൾ വിശദീകരിക്കണം. ജനാധിപത്യപരമാവുന്നില്ല RSS. നിങ്ങൾക്ക് RSS തെരഞ്ഞെടുപ്പ് നടക്കുന്നു പറയാൻ പറ്റുമോ? RSSന് ജനാധിപത്യ സമൂഹമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ? RSS ഗൂഢമായി പ്രവർത്തിക്കുന്ന ഒരു സംവിധാനമാണ്. അത് സ്ത്രീകൾക്ക് പ്രവേശനമില്ല എന്നുള്ളത് ശ്രീമതി സജിനി ആദ്യമായിട്ട് അംഗീകരിക്കണം. രണ്ടാമതായിട്ട്, സ്ത്രീകൾക്ക് പദവി എന്നുള്ളതാണ് പ്രശ്നം, സ്ത്രീകൾക്ക് അധികാരം എന്നുള്ളതാണ് പ്രശ്നം. അപ്പൊ അധികാരം സ്ത്രീകൾക്ക് കിട്ടണമെങ്കിലോ, നിങ്ങൾ ചോദിച്ചു നിങ്ങൾ സ്ത്രീകൾക്ക് വേണ്ടി എന്ത് ചെയ്തു? കഴിഞ്ഞ 10 വർഷമല്ലേ ആയുള്ളൂ ഇതൊക്കെ ചെയ്തു തുടങ്ങിയിട്ടുണ്ട്. ഭവതി മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യം, ഈ 50% സ്ത്രീ സംവരണം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ ഏർപ്പെടുത്തിയത് ആദ്യമായിട്ട് കേരളത്തിലാണ്. എത്ര ലക്ഷം സ്ത്രീകൾ, എത്ര ആയിരം സ്ത്രീകളാണ് കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ അധികാര പങ്കാളിത്തം വഹിച്ചെന്നുള്ളത് ഭവതിക്കറിയാവല്ലോ. മേയർമാർ, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റുമാർ, മുനിസിപ്പൽ കോർപ്പറേഷൻ ചെയർമാൻമാർ, അതുപോലെ പഞ്ചായത്ത് പ്രസിഡന്റുമാർ, അംഗങ്ങൾ, ഇവരൊക്കെ വന്നത് ഈ 50% കേരളത്തിൽ ആദ്യമായിട്ട്. പഞ്ചായത്ത് രാജ് സിസ്റ്റത്തിൽ അത് 33 കേരളത്തിലാണ് 50% ഏർപ്പെടുത്തിയത്. ഇനി കേരളത്തിലാണ് ശ്രീമതി സജിനി ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്ത്രീ പ്രസ്ഥാനം നിലനിൽക്കുന്നത്. ഒരുപക്ഷെ ലോകത്ത് തന്നെ കുടുംബശ്രീ സംവിധാനം 47 ലക്ഷം സ്ത്രീകൾ അംഗങ്ങളാ. നിങ്ങൾക്കൊരു സ്റ്റേറ്റ് ചൂണ്ടിക്കാണിക്കാവോ? നിങ്ങൾ ഭരിക്കുന്ന ഒരു സ്റ്റേറ്റ് ചൂണ്ടിക്കാണിക്കാവോ സ്ത്രീകൾക്ക്? അപ്പൊ സ്ത്രീകൾക്ക് അധികാരം, പദവി എന്നുള്ളത് സ്പേസ് കൊടുക്കണം അവർക്ക്, അല്ലാതെ അവരെ പൂജിക്കുകയല്ല ചെയ്യേണ്ടത്. നിങ്ങൾ പൂജിക്കുകയാണ്. എന്തുകൊണ്ടാണ് കേരളത്തിൽ ഇപ്പൊ നമ്മൾ ജനസംഖ്യാ നിയന്ത്രണം വന്നത്? അത് നിങ്ങൾ ആലോചിക്കാറുണ്ടോ? നോർത്തിൽ ജനസംഖ്യാ നിയന്ത്രണം വരുന്നില്ല. ഉപദേശ പ്രസംഗം കൊണ്ട് ജനസംഖ്യാ നിയന്ത്രണം ഉണ്ടാവില്ല മാഡം.
ജനസംഖ്യാ നിയന്ത്രണം വരണമെങ്കിൽ അത് പ്രധാനമായിട്ട് സ്ത്രീ വിദ്യാഭ്യാസം ശക്തിപ്പെടണം. കേരളത്തിൽ 1930-കളിൽ ഉയർന്നു വന്ന അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്ന നാടകം മുതൽ കേരളത്തിൽ സ്ത്രീ പരിഷ്കരണ രംഗത്ത് വന്ന മാറ്റം, അവർ വായനശാലകളിലേക്ക് പോയത്, ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ആനുപാതിക പ്രായത്വം അനുസരിച്ച് ജനാധിപത്യ സംവിധാനത്തിൽ പ്രവർത്തിക്കുന്ന ഗ്രന്ഥശാലകളുള്ളത് കേരളത്തിലാണ്. അത് ഭവതി പ്രധാനമായിട്ട് ദേവകി നിലയങ്കോടിന്റെ ആത്മകഥ വായിച്ചാൽ മതി. ദേവകി നിലയങ്കോടിന് അക്ഷരം പഠിക്കാൻ വീട്ടിൽ അവകാശമില്ല. പക്ഷെ അവർ വായനശാലയിൽ പോയി രഹസ്യമായിട്ട് അക്ഷരം വായിക്കാനും പഠിക്കാനും ഒക്കെ പരിശ്രമിച്ചു. ലളിതാംബിക അന്തർജനം, ഇവരൊക്കെ അങ്ങനെയാണ് പുറത്തേക്ക് വരുന്നത്. VT ഭട്ടതിരിപ്പാടിന്റെ അല്ല, ഭവതിയെ പഠിപ്പിക്കാൻ വേണ്ടിയല്ല, ഭവതി ഇതിനെല്ലാത്തിനും അതീതമാണെന്ന് എനിക്കറിയാം. ശരി ശരി ഓക്കെ. ഇതിനെല്ലാത്തിനും അതീതയായ ഒരാളാണ് സജിനി എന്നുള്ളതും നിങ്ങളെ പോലുള്ള BJP പ്രവർത്തകരാണെന്നുള്ളത് ഞങ്ങൾക്കറിയാം. ഇവിടെ അങ്ങേ പഠിപ്പിക്കാനല്ല ഞാൻ പരിശ്രമിക്കുന്നത്. ഞാനെന്ന് പറഞ്ഞോട്ടെ, അങ്ങനെ ഇടപെടാതെ അദ്ദേഹം തീർത്തിട്ട് സജിനിയിലേക്ക് വരാം. ഞാൻ അദ്ദേഹം പറഞ്ഞു ഇടപെടാതെ ഞാൻ അവിടെ അവതരിപ്പിക്കാം. അല്ല, സജിനി പറയുന്ന സമയത്ത് ഞാൻ നിശബ്ദമായി കേട്ടുകൊണ്ടിരുന്നു, ഇനിയും കേട്ടുകൊണ്ടിരിക്കും. നിങ്ങളുടെ കാര്യത്തിൽ ഇടപെടില്ല. ഞാൻ പറഞ്ഞത് സ്ത്രീ വിദ്യാഭ്യാസമാണ് കേരളത്തിൽ ഈ മാറ്റത്തിന് കാരണം. ആ സ്ത്രീ, ഞാൻ ഒന്ന് പറഞ്ഞ് അവസാനിപ്പിച്ചോട്ടെ. ഈ സ്ത്രീ വിദ്യാഭ്യാസമാണ് ജനസംഖ്യാ നിയന്ത്രണത്തിന് പ്രയോജനം ചെയ്തത്. നിങ്ങൾ യാന്ത്രികമായിട്ടൊരു ബില്ല് കൊണ്ടുവരുന്നതല്ല പ്രശ്നം. ഇത് കേരളം പതിറ്റാണ്ടുകൾക്ക് മുമ്പ് പുരോഗമന പ്രസ്ഥാനങ്ങളുടെ ഇടപെടലിന്റെ ഭാഗമായി കേരളത്തിൽ സ്ത്രീ വിദ്യാഭ്യാസം വന്നു. ആ സ്ത്രീ വിദ്യാഭ്യാസമാണ് ഒരു കുട്ടിയോ രണ്ട് കുട്ടിയോ മതി എന്നിടത്തേക്ക് എത്തിയത്. അത് ഞങ്ങളുടെ ദോഷമായിട്ട് മാറി എന്നാ പറഞ്ഞേ. അത് കേരളത്തിൽ ജനസംഖ്യാ വർധനവ് വരുത്തിയില്ല. നിങ്ങൾ ഇപ്പൊ കൊണ്ടുവരുന്ന ഈ മണ്ഡല പുനർനിർണയത്തിൽ UP-യിലെ ജനസംഖ്യ കേരളത്തിലെ ജനസംഖ്യയായിട്ട് ആനുപാതികം വരുമ്പോൾ വളരെ താഴേക്ക് പോകും. ഇവിടുത്തെ ജനപ്രാതിനിധ്യം, പാർലമെന്റിലുള്ള പ്രാതിനിധ്യം കുറഞ്ഞു പോകും. എന്താ കാര്യം? നിയമം അനുസരിച്ച് ജനസംഖ്യാനുപാതികമായിട്ട് എടുക്കാൻ പറ്റൂ. അപ്പൊ അങ്ങനെ വരുമ്പോൾ കേരളത്തിൽ പ്രാതിനിധ്യം കുറയും, വടക്കേ ഇന്ത്യയിൽ പ്രാതിനിധ്യം കൂടും. നിങ്ങൾ അത് ആദ്യം മനസ്സിലാക്ക്. ഇതൊന്ന്. രണ്ടാമതായിട്ട്, കേരളത്തിലെ ഈ അധികാര പങ്കാളിത്തം സ്ത്രീകൾക്ക് നൽകിയത് വഴി ഉണ്ടായ മാറ്റം, നിങ്ങൾ ബില്ല് കൊണ്ടുവന്നത് യഥാർത്ഥത്തിൽ ആത്മാർത്ഥതയോടാണെങ്കിൽ അത് വളരെ കൃത്യമായിട്ട് ഞങ്ങൾ ചോദിക്കുകയാണ്. വനിതാ ബില്ല് കൊണ്ടുവന്നിട്ട് നിങ്ങൾക്കറിയാം 3/2 ഭൂരിപക്ഷം വേണം അത് പാസ്സാകണമെന്ന്. എന്തുകൊണ്ടാണ് നിങ്ങൾ വനിതാ ബില്ലും മണ്ഡല പുനർനിർണയമായിട്ട് കൂട്ടിക്കുഴയ്ക്കുന്നത് എന്ന ചോദ്യത്തിന് നിങ്ങൾ ഉത്തരം പറഞ്ഞാൽ മതിയാവും. നിങ്ങൾക്ക് വനിതകൾക്ക് സംവരണം ഏർപ്പെടുത്തണമെങ്കിൽ അധിക സീറ്റ് വന്നാൽ കൊടുക്കാവുന്ന ശ്രീമതി സജിനി, നിങ്ങൾ ഇരിക്കുന്ന ഒരു ഹാളിൽ 50 പേർക്ക് ഇരിക്കാവുന്ന ഒരു ഹാളാണ്. നിങ്ങൾ പറയുകയാണ് 25 ചെയർ കൂടി ഇടാവുന്നുണ്ടെങ്കിൽ സ്ത്രീകളെ ഇരുത്താം. ഈ 50-നകത്ത് ഞങ്ങളെ സ്ത്രീയെ ഇരുത്തത്തില്ല. സജിനി എന്താ മറുപടി പറയുന്നത്? BJP-യുടെ കമ്മിറ്റിക്കകത്ത് ഇങ്ങോട്ട് ഒരു ആശയം വന്നാൽ ശ്രീമതി സജിനി എങ്ങനെ അതിനെ സമീപിക്കും? 50 സീറ്റിനകത്ത് സ്ത്രീകളെ ഇരുത്തത്തില്ല. 25 സീറ്റ് കൂടി ഇടാൻ ഈ ഹാളിനകത്ത് സൗകര്യം ഉണ്ടെങ്കിൽ വേണമെങ്കിൽ സ്ത്രീകളെ ഇരുത്താം. ഇതിന് നിങ്ങൾ എങ്ങനെ മറുപടി പറയും? ഈ 543-നകത്ത് നിങ്ങൾ സ്ത്രീകളെ എടുക്കത്തില്ല. നിങ്ങൾ 800 ചില്ലുവാൻ ആകുകയാണെങ്കിൽ അതിൽ സ്ത്രീകളെ എടുക്കാം എന്ന ന്യായം പറയുന്നതിന്റെ യുക്തി എന്താ? ആ യുക്തിയെ നിങ്ങൾ അഡ്രസ് ചെയ്യണം. ആ ചോദ്യത്തെ നിങ്ങൾ അഡ്രസ് ചെയ്യണം.